ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് അടിവയറിൽ, പ്രത്യേകിച്ച് ഭക്ഷണമെല്ലാം കഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ മുതൽ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ശബ്ദം. ചിലപ്പോൾ ലൗഡായിട്ടുള്ള സൗണ്ട്, ചിലവർക്ക് ഗുളുഗുളു എന്നുള്ളൊരു സൗണ്ട് ആയിരിക്കാം, ചിലർക്ക് ലൗഡായിട്ടുള്ളൊരു സൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന പോലെ തോന്നും. പലരും ഇതിനൊക്കെ പണ്ടത്തെ കാലത്താണെങ്കിൽ വിര വിളിക്കുന്ന സൗണ്ടാണ്, വയറിനകത്തുള്ള വിര, വേംസിൻ്റെ ശബ്ദമാണ് എന്നെല്ലാം ഇതിന് പറയാറുണ്ട്. പലപ്പോഴും ഈ ഒരു പ്രശ്നം, വയറിനകത്ത് വരുന്ന ഈ ഒരു സൗണ്ട് കാരണം ഇത് മറ്റുള്ളവർ കേൾക്കുമോ, ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല തുടങ്ങി അസ്വസ്ഥപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പലരും ഇത് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു പ്രശ്നം അലട്ടുന്നത്. ഈ ഒരു പ്രശ്നം കാരണം ഇപ്പോൾ ഓഫീസിലൊക്കെ ഇരിക്കുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, അതിനകത്ത് ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അത്രത്തോളം വയറിനകത്ത് ഇറിറ്റേഷനും ഗ്യാസ് ഓടുന്ന സൗണ്ടാവും. ഒരുപക്ഷെ ഇത് ടോയ്ലറ്റിൽ പോയാൽ മാറുമെന്ന് വിചാരിച്ചിട്ട് പലരും ടോയ്ലറ്റിലേക്ക് പോകും. കക്കൂസിലൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ സംഭവിക്കുക, കുറേ താഴേക്ക് ഗ്യാസ് പോകും. ഒരല്പം മോഷൻ വല്ലതും പോയാലായി വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഈ പ്രശ്നം വരുന്നതാണ്. ചിലർക്കാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒന്ന് ടോയ്ലറ്റിൽ പോയി കഴിയുമ്പോൾ ഈ പ്രശ്നം മാറുന്നതാണ്. എന്നാൽ അതിനുശേഷം ഫുഡ് കഴിക്കുമ്പോൾ വീണ്ടും ഇത് തന്നെ അലട്ടുന്നു. ഇങ്ങനെ അടിവയറിനകത്ത് കാണുന്ന ഈ സൗണ്ടും ഇത് അലട്ടുന്ന സാഹചര്യങ്ങളും ഒരുപാട് പേർക്ക്, പണ്ടൊക്കെ വയസ്സായവരുടെ ഒരു 60 വയസ്സ് കഴിഞ്ഞവരിൽ കാണുകയാണെങ്കിൽ ഇപ്പോൾ ചെറുപ്പക്കാർക്ക്, തിരക്കേറിയ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വരെ അടിവയറിൽ ഇങ്ങനെ സൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാര്യങ്ങൾ കേൾക്കാറുണ്ട്. എന്താണ് ഈ സൗണ്ട്? ഇതെങ്ങനെ മാനേജ് ചെയ്യും? ഇതിനെന്തെങ്കിലും ചികിത്സയുണ്ടോ? പറഞ്ഞുതരാം. പ്രധാനമായിട്ടും ഇതിന് ബോർബോറിക്മസ് എന്നാണ് ഈ ഒരു കണ്ടീഷന് പറയുന്ന പേര്. അതായത് അടിവയറിനകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ചെറുകുടലിൻ്റെ അവസാന ഭാഗങ്ങളിലും വൻകുടലിലും ഗ്യാസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന ശബ്ദമാണ് നമ്മൾ ഈ കേൾക്കുന്നത്. അല്ലാതെ വിര നിലവിളിക്കുന്ന സൗണ്ടോ ഒന്നുമല്ല. ഈ ഗ്യാസ് ഇതിനകത്ത് പലപ്പോഴും ട്രാപ്ഡായി നിൽക്കുകയും ഈ ഓടി നടക്കുന്ന ശബ്ദവും എല്ലാവർക്കും കേൾക്കാറില്ല. ഇപ്പം ഈ ഒരു കണ്ടീഷൻ ഉള്ളവർക്ക് തന്നെ എപ്പോഴും ഇത് വരാറില്ല. ചില ദിവസങ്ങളിൽ മാത്രമാണ് തലട്ടുന്നത്. ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിത് കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് എപ്പോഴും വരുന്ന ഒരു സാഹചര്യം കണ്ടുവന്ന് വരാം. ഈ ഒരു കണ്ടീഷൻ, ബോർബോറിക്മസ് എന്ന് പറയുന്ന ഗ്യാസ് പലവിധ സാഹചര്യത്തിലുണ്ടാകാം. ഒന്നാമത്തത്, ചിലർക്ക് വായിലൂടെ ഒത്തിരി ഗ്യാസ് ഉള്ളിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മേൽവയറിൽ ഗ്യാസ് നിറഞ്ഞ കമ്പനം പോലെ ഫീൽ ചെയ്തു എന്ന് വരാം. പ്രധാനമായിട്ടും ഇപ്പോൾ നിങ്ങൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ സ്ട്രോ വഴിക്ക് വെള്ളമെല്ലാം വലിച്ചു കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് ഗ്യാസ് നമ്മുടെ വായിൽ കൂടെ ഉള്ളിലേക്ക് കയറും. ഈ വയറിനകത്ത് കയറുന്ന ഗ്യാസ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു ഏമ്പക്കം പോലെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ചിലർക്കിത് മുകളിലേക്ക് പോകത്തില്ല, ചെറുകുടലിലേക്കായിരിക്കും പോകുന്നത്. ഈ ചെറുകുടലിലും വൻകുടലിലേക്കും പോകുന്ന ഗ്യാസ് അവിടെ ട്രാപ്ഡ് ആയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ പലരെയും അലട്ടിയെന്ന് വരാം. മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിൽ വിശന്ന് കഴിഞ്ഞാൽ ഗ്യാസ് ശല്യം ഉണ്ടായിന്ന് വരാം. നമ്മുടെ എല്ലാ ശരീരത്തിനകത്ത് ഒരു ക്ലോക്ക് ഉണ്ട്. സമയത്തിന് കൃത്യമായിട്ട് ഇപ്പോൾ രാവിലെ 11 മണി, ഉച്ചയ്ക്ക്, വൈകുന്നേരം ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ആമാശയത്തിനകത്ത് ഇത് ദഹിപ്പിക്കാനുള്ള ഗ്യാസ്, ഈ ആസിഡിൻ്റെ ഈ ഒരു പ്രൊഡക്ഷൻ അതിനകത്ത് ഉണ്ടാവും. എന്നാൽ ആ ഒരു സമയത്തിന് ഭക്ഷണം ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ആസിഡ് അതിനകത്ത് ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ച് ക്രിയേറ്റ് ചെയ്തെന്ന് വരാം. ഇങ്ങനെ ഇൻഫ്ലമേറ്ററി ചേഞ്ച് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഭക്ഷണം ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും വയറിനകത്ത് ദഹിക്കണമെന്നില്ല. ഇത് വയറിനകത്ത് ഗ്യാസ്, അല്പം ഭക്ഷണം ചെന്നാൽ തന്നെ ഗ്യാസ്, ഏമ്പക്കം, ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇത് കുറേ ചെറുകുടലിലേക്കും പോയി അവിടെ ഇറിറ്റേഷൻ ശ്രദ്ധിച്ചെന്ന് വരാറുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ പലപ്പോഴും സമയത്തിന് നിങ്ങൾ ആഹാരം കഴിക്കണം എന്ന് പറയുന്നത്. എന്നാൽ ഇതിനേക്കാൾ കൂടുതലായിട്ട് മറ്റൊരു കണ്ടീഷനുണ്ട്. പലപ്പോഴും നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് നാരുകളടങ്ങിയ, ഫൈബറുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ പലരിലും ഇത്തരത്തിൽ കൂടുതലായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഫൈബറിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ്, അന്നജം പലപ്പോഴും നമ്മുടെ ആമാശയത്തിൽ പൂർണ്ണമായിട്ടും ദഹിക്കത്തില്ല. ഇത് അവിടെ നിന്ന് ചെറുകുടലിലേക്ക് അങ്ങ് നീങ്ങിത്തുടങ്ങുന്നു. ചെറുകുടലിനകത്ത് ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള ബാക്ടീരിയകൾ ഈ ഫൈബറിനോട് ചേർന്നിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിനെ അങ്ങ് ദഹിപ്പിച്ചിട്ട് ഭയങ്കരമായിട്ട് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. പലപ്പോഴും നമുക്ക് ഭക്ഷണത്തിന് നല്ലതെന്ന് കരുതി സാലഡുകൾ, അതേപോലെ നിങ്ങളിപ്പം ഇലക്കറികൾ, പയറ്, കടല, പരിപ്പ് പോലുള്ള ഭക്ഷണങ്ങൾ, ക്രൂസിഫറസ് വെജിറ്റബിൾസ്, ഇതെല്ലാം കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് ഇതേ ഗ്യാസ് ശല്യം പലർക്കും വൻകുടലിൽ അനുഭവപ്പെട്ടു എന്ന് വരാം. ഉദാഹരണം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഉച്ചയ്ക്ക് ശേഷം ഗ്യാസ് ശല്യം ഭയങ്കരമായിട്ട് അടിവയറിൽ ഭയങ്കര കുളുകുളു എന്നുള്ള സൗണ്ടും എല്ലാം കേൾക്കുന്ന ആൾക്കാരോട് ഉച്ചയ്ക്ക് കഴിച്ചതെന്ന് ചോദിച്ചു നോക്കിയേ, അവരിലിപ്പോൾ ബീൻസ് കഴിച്ചിട്ടുണ്ടായിരിക്കാം, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി പോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കാം. ചിലയിനം പച്ചക്കറികൾ, പ്രത്യേകിച്ച് ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുന്ന ക്യാബേജ്, കോളിഫ്ലവർ, ബീൻസ് പോലുള്ളവയ്ക്കകത്തെല്ലാം തന്നെ ഈ കൂടുതലായിട്ട് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഘടകങ്ങളുണ്ട്. കാരണം ഇവയ്ക്കകത്തുള്ള ഫൈബേഴ്സിനകത്തുള്ള പല ഘടകങ്ങളെയും നമ്മുടെ ആമാശയത്തിൽ ശരിയായിട്ട് ദഹിപ്പിക്കണമെന്നില്ല. ഇവ നിങ്ങളുടെ ചെറുകുടലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഭയങ്കരമായിട്ട് ഗ്യാസ് ഉണ്ടാകും. ചെറുകുടലിലുള്ള ബാക്ടീരിയകൾ ഗ്യാസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കാരണമാകും. ഇതല്ലാതെ സിബോ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്. നമ്മുടെ ചെറുകുടലിനകത്ത് ആവശ്യമുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ ധാരാളം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, നല്ലതാണ്. പക്ഷേ ഈ ബാക്ടീരിയകൾ ക്രമാതീതമായി പെറ്റുവരികയാൽ എന്ത് ചെയ്യും?
അവിടെ എത്തുന്ന ഏതൊരു ഭക്ഷണം, പ്രത്യേകിച്ച് അല്പം മധുരം, അല്പം കാർബോഹൈഡ്രേറ്റ് ചെറുകുടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ അവിടെ ഇവ ഭയങ്കരമായിട്ട് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു പറയാം. ഇങ്ങനെ സിബോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ഉള്ളവർക്കും ഭയങ്കരമായിട്ട് ചെറുകുടലിൽ ഗ്യാസും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ശബ്ദവും നിലവിളിക്കുന്ന സൗണ്ട് എല്ലാം കേട്ടു എന്ന് വരാം. അടുത്തിരിക്കുന്നവരെ ചോദിക്കട്ടെ, എന്തേ നിൻ്റെ വയറിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കര സൗണ്ടുകൾ കേൾക്കുന്നതെന്ന്. ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് IBS ടെൻഡൻസി, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ടെൻഡൻസി ഉള്ള ആൾക്കാർ, ഒരല്പം ടെൻഷനുള്ള, ഒരല്പം ആങ്സൈറ്റി കൂടുതലുള്ള, എപ്പോഴും ഞെളിപിരി കൊണ്ട് തിരക്കിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, പെട്ടെന്ന് ടെൻഷനാകുന്ന ആൾക്കാർക്ക് പലപ്പോഴും ഈ ചെറുകുടലിൻ്റെ മൂവ്മെൻറ്റിന് ഒരല്പം സ്പീഡ് കൂടുതലായിരിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായിട്ട് ദഹിച്ച് അടുത്ത ഭാഗങ്ങളിൽ കൃത്യമായിട്ട് വലിച്ചെടുക്കപ്പെടുമ്പോൾ മാത്രമാണ് ഇവ പൂർണ്ണമായും ദഹനം നടന്നു എന്ന് പറയാൻ പറ്റുക. എന്നാൽ അതിന് ഈ ഒരു ഭാഗത്തൂടെ ഭക്ഷണം സഞ്ചരിക്കുന്നത് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു സ്പീഡിലായിരിക്കണം. എന്നാൽ IBS ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക്, പെട്ടെന്ന് ടെൻഷനുള്ള ആൾക്കാർക്ക് ഈ കുടലിൻ്റെ മൂവ്മെൻറ്റ് ഒരല്പം സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ശരിയായിട്ട് ദഹിക്കാതെ, ഇപ്പോൾ നിങ്ങൾ പല സ്ഥലങ്ങളിലും കൺവെയർ ബെൽറ്റിൽ കൂടി പല സാധനങ്ങളും സഞ്ചരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇവ സ്പീഡിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ള സ്ഥലത്ത് നിന്ന് നമുക്കത് വലിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. ഇതേ അവസ്ഥ തന്നെ നമ്മുടെ കുടലിനകത്ത് സംഭവിക്കും. ഇങ്ങനെ വളരെ പെട്ടെന്ന് താഴേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ആ കുടലിനകത്തുള്ള ബാക്ടീരിയകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളെ അല്ലെങ്കിൽ അന്നജത്തിനെ കൂടുതലായിട്ട് ദഹിപ്പിച്ച് ഭയങ്കര ഗ്യാസ് എല്ലാം ക്രിയേറ്റ് ചെയ്തെന്ന് വരാം. ഇത്തരക്കാർക്കാണ് പലപ്പോഴും ഈ അമിതമായിട്ട് ഗ്യാസും ബുദ്ധിമുട്ടും കാരണം വൈകുന്നേരം ഒന്ന് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ ഈ ഗ്യാസും പോയി കുറച്ച് മലവും പോയി കഴിയുമ്പോൾ അവർക്ക് ആശ്വാസമാവും. ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് കാണുന്ന കണ്ടീഷൻസ്. ഇതല്ലാതെ നമ്മുടെ കുടലിനെ ബാധിക്കുന്ന ചിലവിധ രോഗങ്ങളുണ്ട്. ഇപ്പം സ്ഥിരമായിട്ട് നിങ്ങൾക്കിപ്പം IBS പോലെ തന്നെ ക്രോൺസ് ഡിസീസ്, ആ ഭാഗത്ത് വരുന്ന ചില ഓട്ടോഇമ്യൂൺ ഡിസീസസ്, അതുപോലെ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ, ഈ സിറ്റുവേഷനിലും ഈ പറഞ്ഞ പോലെ വൻകുടലിനകത്ത് ഗ്യാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന പോലെയും ബുദ്ധിമുട്ടും വലിയ സൗണ്ടുകളൊക്കെ കേൾക്കാറുണ്ട്. ഇതുകൂടാതെ അമിതമായിട്ട് ഇപ്പോൾ ബേക്കറി ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആൾക്കാർ, കോളയൊക്കെ ഓവറായിട്ട് കുടിക്കും. നിങ്ങൾക്കറിയാമല്ലോ, കാർബണേറ്റഡ് ഡ്രിങ്കുകൾ, സോഡ, ഇതൊക്കെ കൂടുതലായിട്ട് കുടിക്കുമ്പോൾ ഇത് വയറിനകത്ത് ചെന്നിട്ട് അവിടുത്തെ ആസിഡിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ സോഡ അല്ലെങ്കിൽ നിങ്ങൾ കോളയൊക്കെ കുടിച്ചിട്ട് ഏമ്പക്കം പോയാൽ കുഴപ്പമില്ല. എന്നാൽ ചിലർക്ക് ഏമ്പക്കം പോകുന്നതിന് പകരം ചെറുകുടലിലേക്ക് ഗ്യാസ് കയറിയാൽ ഇതുപോലുള്ള ഭയങ്കര സൗണ്ടുകൾ ഉണ്ടാവും. അതേപോലെ ബേക്കറി ഭക്ഷണങ്ങൾക്കകത്ത് അമിതമായിട്ട് ട്രാൻസ് ഫാറ്റ്, അമിതമായിട്ട് മധുരം ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ, അതേപോലെ ഇപ്പോൾ നോർമലി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ കൂടുതലായിട്ട് വയറിനകത്ത് ചെന്ന് കഴിഞ്ഞിരുന്നാലും ഇതേപോലെ നിങ്ങൾക്ക് ചെറുകുടലിനകത്ത് ഗ്യാസും നിലവിളി ശബ്ദവും ഓടുന്ന ശബ്ദവും എല്ലാം കേട്ടുവെന്ന് വരാം. ഇനി ഇത്തരത്തിൽ ശബ്ദമുള്ളവർക്ക് ഇത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് ബേസിക്കലി പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, കൃത്യമായിട്ടുള്ള മലശോധന, കൃത്യമായിട്ട് മോഷൻ എല്ലാ ദിവസവും പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മലം ശരിയായിട്ട് പോകാതെ കെട്ടി നിന്നിരുന്നാൽ പോലും മലം പലപ്പോഴും ബാക്കി വെച്ചിട്ട് ആൾക്കാർ ശരിക്കും മലശോധന നടത്താതെ ഓടുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളിലെല്ലാമാണ് കൂടുതൽ കാണുക. ഇത്തരക്കാരിൽ ഈ മലത്തിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന മീഥെയിൻ പോലുള്ള അല്ലെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡ് പോലുള്ള വാതകങ്ങൾ വൻകുടലിനകത്ത് ഗ്യാസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനും കാരണം. അതുകൊണ്ട് കൃത്യമായിട്ട് ടോയ്ലറ്റിൽ പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശരിയായിട്ട് ചെയ്യുന്ന വ്യായാമം. റെഗുലറായിട്ട് നിങ്ങൾ വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ആമാശയത്തിനകത്ത് കൃത്യമായിട്ട് ബ്ലഡിൻ്റെ പമ്പിങ് നടക്കുകയും നമ്മൾ കല്ല് കഴിച്ചാൽ പോലും ദഹിക്കുമെന്ന് പറയുന്ന രീതിക്ക് ഏതൊരു ഭക്ഷണത്തെയും ദഹിപ്പിക്കുന്നതിന് അത് സഹായിക്കുകയും ചെയ്യുന്നു. ഇനി ധാരാളം വെള്ളം കുടിക്കണം. ഇത് പലരും പറയുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ അതോടൊപ്പം അധികം വെള്ളം കുടിക്കരുത്, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദഹനം നടക്കത്തില്ല, വയറിനകത്ത് എന്തോ തീ കത്തുന്നുണ്ട്, ഈ തീ അണഞ്ഞു പോകുമെന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒപ്പം ഏറ്റവും കുറഞ്ഞത് 2 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. വെള്ളം കുടിക്കുന്ന സമയത്താണ് ആമാശയത്തിനകത്ത് ഈ ഭക്ഷണങ്ങളെ ശരിയായിട്ട് ബ്രേക്ക് ചെയ്ത് ദഹിപ്പിക്കാനായിട്ട് നമ്മുടെ ആന്തരിക ദഹന രസങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഭക്ഷണത്തോടൊപ്പം നിർബന്ധമായിട്ട് 2 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. ഇങ്ങനെ കുടിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ കുടലിനകത്ത് ഗ്യാസ് ഉണ്ടാകുന്നതിൻ്റെ ടെൻഡൻസി ഗണ്യമായിട്ട് കുറയ്ക്കും. കാരണം ആമാശയത്തിനകത്ത് ശരിയായിട്ട് ഈ അന്നജത്തിൻ്റെ ദഹനം നടക്കുന്നുണ്ടെങ്കിൽ ചെറുകുടലിലും വൻകുടലിലും വലിയ ഗ്യാസ് ശല്യം ഉണ്ടാകില്ല. ഇത് വളരെ ക്ലിയറായിട്ട് ക്ലിനിക്കിൽ തന്നെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്തത്, നിങ്ങൾക്കിപ്പോൾ ഗ്യാസ് ശല്യം ഉള്ളവരാണെങ്കിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന രീതിയിൽ നിങ്ങൾ വേവിക്കാതെ പച്ചക്കറി കഴിക്കുന്ന ഒരല്പം കുറച്ചിട്ട് സൂപ്പ് ഫോമിൽ പച്ചക്കറികളൊക്കെ വേവിച്ച് ചൂടോടുകൂടി കഴിക്കാൻ നോക്കുക. ചൂടോടുകൂടി മാത്രമേ അത്യാവശ്യം പയറ്, കടല, പരിപ്പ് അല്ലെങ്കിൽ പച്ചക്കറികൾ കഴിക്കാവുള്ളൂ. കാരണം ഇത്തരം ഭക്ഷണങ്ങൾക്കകത്ത് പലപ്പോഴും ആമാശയത്തിൽ നമ്മൾ തണുത്താണ് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ തണുത്ത ഭക്ഷണത്തിനകത്ത് ഈ ഫൈബറിനോട് കൂടുതലായിട്ട് അന്നജം പറ്റിപ്പിടിച്ചിരിക്കുകയും ആമാശയത്തിൽ ഇവ ശരിയായിട്ട് ദഹിപ്പിക്കാൻ സാധിക്കുകയുമില്ല. എന്നാൽ ഇത് നമ്മൾ ചൂടോടുകൂടി വേവിച്ച് നല്ല ചൂടോടുകൂടിയാണ് കഴിക്കുന്നുണ്ടെങ്കിൽ
ചൂടായിട്ടുള്ള ഭക്ഷണങ്ങൾക്കകത്ത് നാരുകൾ ഫൈബറുകൾ സോഫ്റ്റ് ആയിരിക്കുകയും ആമാശയത്തിനകത്ത് ഇതിനകത്തുള്ള കാർബോഹൈഡ്രേറ്റിനെ വേർതിരിച്ച് ശരീരം ദഹിപ്പിക്കുകയും നാരുകൾ മാത്രം ചെറുകുടൽ വൻകുടൽ ഭാഗത്തേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് വലിയ ഗ്യാസ് ഉണ്ടാകത്തില്ല. പലപ്പോഴും ഈ പയറ് കടല പരിപ്പ് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഗ്യാസ് ഇല്ലയോ എന്ന് പറയുന്നവരില്ലേ, അവർ ഭക്ഷണം ചൂടോടെ കഴിച്ചു കഴിഞ്ഞാൽ, അത് ഏത് തരം പച്ചക്കറികളും വേവിച്ച് ചൂടോടെ കഴിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഗ്യാസ് ശല്യവും ഏമ്പക്കവും ഈ വയറിനകത്ത് ഉരുണ്ട് മറിയുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. സപ്പോസ് ഇപ്പോൾ 11 മണിക്ക് പ്രിപ്പയർ ചെയ്ത ഭക്ഷണമാണ്, ഉച്ചയാകുമ്പോൾ തണുത്തിരിക്കുന്നു, ഒന്ന് ചൂടാക്കി കഴിക്കാൻ നോക്കുക. ചൂടായി കഴിഞ്ഞാൽ വീണ്ടും ഇവയുടെ ഫൈബറുകൾ സോഫ്റ്റ് ആകുകയും ശരീരം നന്നായിട്ട് ഇതിനെ വലിച്ചെടുക്കുകയും ചെയ്യും. പലപ്പോഴും ഈ ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര ഗ്യാസ് ശല്യം ബുദ്ധിമുട്ട് ഒക്കെ ഉള്ളവരാണ്. നിങ്ങൾക്കിപ്പം പോകുന്ന സ്ഥലത്ത് ഗ്യാസ് കൊണ്ട് നിങ്ങൾക്ക് സമാധാനം, ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ പ്രോബ്ലം ഇല്ല, ടോയ്ലറ്റിൽ പോകാൻ പറ്റും, ഗ്യാസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. എന്നാൽ ഓഫീസിലാണ് തിരക്കാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ബീൻസ്, അതേപോലെ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി പോലുള്ള ഭക്ഷണങ്ങൾ, കോളകൾ, അമിതമായിട്ട് മധുരം ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഊണൊക്കെ കഴിച്ചിട്ട് അല്പം മധുരം കഴിക്കുന്ന ശീലമുള്ളവരില്ലേ, ഇതൊക്കെ പരമാവധി ഒഴിവാക്കാൻ നോക്കുക. എങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ഗ്യാസ് ശല്യം ഉണ്ടാകുന്ന രീതി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് IBS ടെൻഡൻസി ഉണ്ടെങ്കിലോ ക്രോൺസ് ടെൻഡൻസി ഉണ്ടെങ്കിലോ അതിന് ശരിയായിട്ട് മരുന്നെടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം മാറും. ചിലർക്ക് ഈ വയറിനകത്ത് അമിതമായിട്ടുള്ള ടെൻഷൻ കൊണ്ട് ശരിയായിട്ട് ഭക്ഷണം ദഹിക്കാതെ അവിടെ കിടന്ന് ദഹനക്കേട് സൃഷ്ടിക്കുന്നവർ ഏതൊരു നേരം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുക. ബ്രീത്തിങ് എക്സസൈസ് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതിന് തൊട്ട് മുമ്പ്, അതായത് ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ 3 സെക്കൻഡോട് നിവർന്നിരുന്ന 3 സെക്കൻഡോട് ശ്വാസം മൂക്കുവഴി പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് വലിച്ചു കയറ്റുക. മാക്സിമം വലിച്ചതിന് ശേഷം ഒരു 6 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. 6 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അടുത്ത ഒരു 6 മുതൽ 7 സെക്കൻഡ് കൊണ്ട് മൂക്കിലൂടെ എത്രത്തോളം പതിയെ മൂക്കിലൂടെ പുറത്തേക്ക് ശ്വാസം വിടുക അത്രത്തോളം പതിയെ പുറത്തേക്ക് വിടുക. ഇങ്ങനെ ചെയ്യുന്ന ഒരു സൈക്കിൾ, ഇങ്ങനെ 2-3 സൈക്കിൾ ആവർത്തിച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആമാശയ ഭിത്തിയിലുള്ള മസിലുകളൊക്കെ നന്നായിട്ട് റിലാക്സ് ആകുകയും സമാധാനമായിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുകയും ഗ്യാസ് ശല്യം, ദഹനക്കേട് പോലുള്ള പ്രോബ്ലംസ് ഒഴിവാക്കാൻ പറ്റുകയും ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ വയറിനകത്തുള്ള ഗുളുഗുളു സൗണ്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഹോമിയോപ്പതിയിലെല്ലാം ഇത്തരത്തിലുണ്ടാകുന്ന ബോർബോറിക്മസ് സൗണ്ടുകൾക്കും വയറിനകത്തുണ്ടാകുന്ന ഇത്തരത്തിൽ അമിതമുള്ള ഗ്യാസ് ശല്യത്തിനും ഫലപ്രദമായിട്ടുള്ള മരുന്നുണ്ട്. നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കുടലിനകത്ത് ഇത്തരത്തിൽ വിര വിളിക്കുന്ന സൗണ്ടോ ഇല്ലെങ്കിൽ ഗ്യാസ് ഓടുന്ന സൗണ്ടോ നിലവിളി ശബ്ദം എല്ലാം തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റി സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റും. ഇത് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർക്കുൾപ്പെടെ തിരക്കേറിയ ജീവിതത്തിൽ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. പലരുടെയും സമാധാനവും ശ്രദ്ധയും വരെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്തോളൂ. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.